അമേരിക്കയിലെ വെള്ളപ്പൊക്കത്തിന് പിന്നാലെ ഇസ്രായേലിലെയും അവസ്ഥ കുറച്ച് പ്രശ്നത്തിലാണെന്ന് തന്നെ പറയാം. പക്ഷേ ഇസ്രായേലിനെ വിഴുങ്ങുന്നത് തീയാണെന്ന് മാത്രം. ഇസ്രായേലിലെ ജെറുസലേമിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ആയിരക്കണക്കിന് ഏക്കർ വനമാണ് കത്തിനശിച്ചത്. ആഗോളതലത്തിൽ പലയിടങ്ങളിലും സംഘർഷ സാഹചര്യങ്ങൾ ഉടലെടുത്ത് രാഷ്ട്രീയ അരക്ഷിതാവസ്ഥകൾ മുളപൊട്ടി വരുമ്പോൾ മിക്കയിടത്തും കാണുന്ന ഒരു പ്രധാന സാന്നിധ്യമാണ് അമേരിക്കയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും. എല്ലായിടത്തും ഇടപെട്ട് മെയിൻ റോൾ കളിക്കുന്ന അമേരിക്കയ്ക്ക് കിട്ടിയ പണി പക്ഷെ ഇതൊന്നുമല്ല. സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്താനൊരുങ്ങുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയും ജനപ്രീതി വളരെയധികം കുറഞ്ഞ ഒരു പ്രസിഡന്റും കലിതുള്ളി നിൽക്കുന്ന പ്രകൃതിയുമൊക്കെയാണ് അവിടുത്തെ പ്രതിസന്ധികളായി മാറിയിരിക്കുന്നത്. കാട്ടുതീയും ചുഴലിക്കാറ്റുമൊക്കെ ആഞ്ഞു വീശിയ അമേരിക്കയിലെ പ്രകൃതിയുടെ കോപം ഇപ്പോഴും തീർന്നിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നേരത്തെ ഉണ്ടായതിലും വിനാശകരമായ ഒരു ചുഴലിക്കാറ്റിന്റെ സീസൺ അടുത്തു തന്നെ വരുന്നുണ്ടെന്ന ആശങ്കയിലാണ് ഇപ്പോൾ രാജ്യത്തിന്റെ കാലാവസ്ഥാ പ്രവചന ഏജൻസിയുള്ളത്. അതുമാത്രമല്ല, നാഷണൽ വെതർ സർവീസ് ജീവനക്കാരുടെ ക്ഷാമം നേരിടുന്നതും പല ഓഫീസുകളിലും പരിചയസമ്പന്നരായ അധികൃതർ ഇല്ലാത്തതും സമയബന്ധിതമായ തീരുമാനങ്ങൾ അറിയിക്കുന്നതിൽ തടസ്സം വരുത്തിയേക്കാമെന്ന ആശങ്കയും ഏജൻസി പങ്കുവയ്ക്കുന്നുണ്ട്. ന്യൂയോർക്ക്, ക്ലീവ്ലാൻഡ്, ഹ്യൂസ്റ്റൺ, ഡാംബ എന്നിവിടങ്ങൾ ഉൾപ്പെടുന്ന പ്രധാന നഗരങ്ങളാണ് ചുഴലിക്കാറ്റ് ബാധിക്കാൻ സാധ്യതയുള്ള ഇടങ്ങൾ. നിലവിലെ അമേരിക്കയിലെ കാലാവസ്ഥ വളരെ മോശം സ്ഥിതിയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.